ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒന്ന് വളവ് വരെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടി ഞാനും ചേച്ചിയും കൂടെ ഒന്ന് പുറത്ത് പോയതായിരുന്നു. പിന്നെ ഈ കണ്ണായിൻ്റെ മുന്നിൽ കിടന്ന് കളിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് സൈഡൊന്ന് ഹെയർ ചെറുതായിട്ടൊന്ന് വെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടമായി. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി വരാം. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നു കഫേയിലേക്ക്. അമ്മയ്ക്ക് 2-3 ഫോട്ടോസ് ഒന്ന് പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ തൈര് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതിനാണ് ഞങ്ങൾ കാര്യമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് CDM-ലും കൂടെ പോകണമായിരുന്നു. അപ്പം അതൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾ പ്രിൻ്റ് എടുത്തു, പിന്നെ തൈരും മേടിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പം തൈര് ഒന്നാമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നോലുമ്പൊക്കെ അല്ലേ, അപ്പോൾ പച്ചക്കറി അങ്ങനെ ആർക്കും ഇറങ്ങുന്നില്ല. എത്ര അച്ചാറുണ്ട് കണ്ടൊന്നും കാര്യമില്ല. അപ്പം ചേച്ചി തൈരൊക്കെ സെറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ വെറുതെ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്ത് നിന്നതാണ്. തൈരുണ്ടെങ്കിൽ പിന്നെ കൂട്ടാനും ഒരു രസമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. തൈരല്ല കേട്ടോ, മോരാണേ, മോര്. അപ്പം അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് ഞാൻ അപ്പോൾ ഓളിങ്ങനെ പറഞ്ഞതായിരുന്നു വെറുതെ നോക്കിക്കാതെ എന്തെങ്കിലുമൊക്കെ പണിയെടുത്തുവിടുക പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ രണ്ടാളും കൂടെ മോരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെന്തൊക്കെയോ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന പോലെ ഇങ്ങനെ പറയുകയാണ്. പക്ഷെ ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, അതൊക്കെ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെക്കാതെ. പിന്നെ നമ്മൾ ഉപ്പൊക്കെ ഇട്ടുണ്ടായിരുന്നു. എനിക്ക് ഉപ്പിടുമ്പോഴുള്ള ഏറ്റവും പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഇടുള്ളൂ. അപ്പോൾ എനിക്ക് കുറേ നേരം വേണം ഉപ്പിടാൻ. കാരണം എനിക്ക് പേടിയാണ് അതായിട്ട് കൂടിപ്പോയല്ലോ വെച്ചിട്ട് ഞാൻ എപ്പോഴും കുറച്ച് ഇടുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ അത് ഇളക്കി കൊണ്ട് നോക്കും, കുടിക്കും, പിന്നെ ഉപ്പിടും. അങ്ങനെയൊക്കെയാണ് ഞാൻ അധിക ദിവസം ഇങ്ങനെ തന്നെയാണ് ഉപ്പിടുള്ളത്. പിന്നെ ഇപ്പോൾ അവൾ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ ആ ബോക്സ് നല്ല ബോക്സാണ്, അതിൻ്റെ ലിങ്ക് ഞങ്ങളിവിടെ കമൻറ്റിൽ ചെയ്യാമെന്നൊക്കെ വെറുതെ പറയാണ്. അപ്പം അങ്ങനെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി. അപ്പോൾ അത് കേട്ടോ ഞാൻ പോരായിട്ട് പിന്നെ ഉപ്പിടാണ്. ഇതെൻ്റെ ഒരു വലിയൊരു പ്രശ്നമാണ്. എനിക്കത് എത്രയായാലും എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഞാനത് ഉപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി നോക്കിക്കൊണ്ടേ ഇരിക്കും. എപ്പോഴും ഉപ്പ് ഇങ്ങനെ മതിയോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കി. പിന്നെ ഇപ്പം നമ്മൾ നോക്കുന്നത് വെച്ചിട്ടാണെങ്കിൽ അവിടെ നല്ല ലൈറ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നല്ല വെളുത്ത് നിൽക്കുന്നുണ്ട് എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയായിരുന്നു. അപ്പോൾ അങ്ങനെ ഓക്കെയാന്ന് തോന്നിയപ്പോൾ ഞാൻ നിർത്തിയിട്ടുണ്ട്. നല്ല പുളിയുള്ള മോരാണ് കേട്ടോ. കാരണം വെച്ചിട്ടാണെങ്കിൽ ഇത് അവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഷോപ്പിൽ പോയിട്ടാണ് വാങ്ങുന്നത്, പക്ഷെ അവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടേതായ പണികളൊക്കെ കഴിഞ്ഞു. ബാക്കിയെല്ലാം അമ്മ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മോര് മാത്രമേ സെറ്റാക്കിയിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു വരാം കേട്ടോ. അപ്പോൾ ബൈ.